ഹലോ ഫ്രണ്ട്സ്, ഞാൻ ലിയ മെഹറിൻ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നത് എൻ്റെ ഒരു സ്മോൾ സ്റ്റോറി ഇല്ലായിരുന്നോ, എൻ്റെ അല്ല, ഒരു സ്റ്റോറി ബുക്ക്. ആ ഒരു ബുക്കിൻ്റെ സ്മോളായിട്ടുള്ള ഒരു കഥാ ബുക്കാണിത്. ആ ബുക്കിൻ്റെ പേര് ഒരു എന്തിനെന്ത് പെൺകുട്ടി. ഞാനിത് പറഞ്ഞത് ഇത് ഇംഗ്ലീഷിന് തർജിമ ചെയ്ത് മലയാളത്തിലോട്ട് വന്നതാണ്. അത്രയ്ക്കും രസമെന്ന് വെച്ചാൽ രസമാണ്. അത് പക്ഷേ നമ്മളെ പണ്ടത്തെ കാലത്തെക്കുറിച്ചും പഠിപ്പിക്കുന്നുണ്ട്, അതേപോലെ ഇപ്പോഴത്തെ കാലത്തെയും കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും ഇപ്പോൾ നമ്മളൊക്കെ അത് ഊഹിച്ചെടുക്കണം എന്നാണ് ഒരു ഉദ്ദേശിക്കുന്നത്. കുറേ ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ട്, എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. പക്ഷെ എനിക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം. അതേപോലെ തന്നെ എന്താ പറയുക, ഈ ബുക്ക് ഞാൻ വായിച്ചു. ഒരു 14th പേജുണ്ട്. അതിൽ 7 പേജും എന്താണ് ആ കൊച്ചിൻ്റെയും ആ കഥാപാത്രങ്ങളെയും ഫോട്ടോസാണ്. അപ്പം ആ ഒരു 7 പേജ് മാത്രമേ ഉള്ളൂ കഥ. ഒരു കുഞ്ഞു സ്റ്റോറിയാണ്. വളരെയൊന്നും നമുക്ക് ചിലവർക്ക് മനസ്സിലാവുമായിരിക്കും. എനിക്ക് കുറച്ചൊക്കെ മനസ്സിലായിട്ടുള്ളൂ. ഇനി അത് വായിച്ച് നോക്കണം. അപ്പം ഞാൻ ആ കഥാബുക്കിൻ്റെ വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ആ ഒരു ബുക്ക്, എന്തിനെന്ത് പെൺകുട്ടി എന്നുള്ള ആ ബുക്ക്. ആ ബുക്കിൽ ഞാൻ പറഞ്ഞല്ലോ 2-3 പേജ്, ഞാൻ ഒരു 14th പേജ് വരെ ഉള്ളൂ സംഭവം. അതിൽ കൊച്ചിൻ്റേതുമായിട്ടുള്ള കുറച്ച് എന്താ പറയുകയെന്ന് വെച്ചാൽ കുറേ ആ കൊച്ചുങ്ങൾ തന്നെ 7th പേജ് വരെ ഡ്രോയിങ്സാണ് ഫുള്ള്. ഇവരെ കുറിച്ചിട്ടുള്ള ഡ്രോയിങ്സ് അത് ഞാൻ ഇപ്പം കാണിച്ചു തരാം. പിന്നെ ഇവരെക്കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് എന്തോ അറിയത്തില്ല, ആ ഒരു കഥാപാത്രത്തിൻ്റെ പേര് മൊയ്ന എന്നാണ്. സംഭവം എന്ന് പറയുമ്പം, ഈ കഥയെന്ന് പറയുമ്പോൾ തന്നെ പാമ്പിനെ കുറിച്ചിട്ടാണ്. മൊയ്ന എന്ന് പറയുന്ന പാമ്പാണെന്ന് തോന്നുന്നു, മനുഷ്യക്കുട്ടിയാണോ എന്തോ അറിയത്തില്ല. ഈ കൊച്ചിൻ്റെ അമ്മയുടെ പേരെന്ന് പറയുമ്പോൾ കീരിയാണ്. അതാണ് എനിക്ക് ഡൗട്ട്. കഥ ഒന്നും മനസ്സിലായിട്ടില്ല. അപ്പം ഞാൻ ഇതിന് വേണ്ടി വായിക്കുക. പിന്നെ എന്താ പറയുക, 2-3 കഥയെ ഞാൻ കുറച്ച് ഒരു 7th പേജ് വരെ എന്ന് പറഞ്ഞില്ലേ, അതിൽ ഞാൻ 5th പേജ് വരെ വായിച്ചിട്ടുള്ളൂ. ഇനി 2 പേജസ് ഇനി വായിക്കാൻ എളുപ്പമുണ്ട്. അപ്പം ഞാൻ ഫോട്ടോസ് കാണിച്ചു തരാവേ. ഫ്രണ്ട്സ്, ഇതാണ് ആ ഒരു ഫോട്ടോ എന്ന് പറയുമ്പോൾ. ഇതിൽ തന്നെ 2nd പേജിൽ ഇങ്ങനത്തെ ഇതാണ് കഥയാണ്. അത് ഞാൻ ഒരു പാർട്ടായിട്ട് നിങ്ങളുടെ അടുത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കാണണം കേട്ടോ. പിന്നെ എന്താ പറയുക, ഇതാണ് അത്. ഇനി അടുത്ത പാർട്ടിലോട്ട് നമുക്ക് പോവാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത പാർട്ട് ഈ പാർട്ടാണ്. കണ്ടോ, ആ സമയത്തൊക്കെ ഡ്രസ്സിങ്സൊക്കെ ഇങ്ങനെയാണ്. പോസ്റ്റ്മാനൊക്കെ ഒന്ന് കോഴിയും അതുപോലെ എല്ലാം ഉണ്ട്. അപ്പം നമുക്ക് അടുത്ത പാർട്ടിലോട്ട് പോവാം. അപ്പം കഥ ഞങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ചു. ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾ വിജയ് ഫാൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വിജയ്. സെലിബ്രിറ്റി ആയിട്ടുള്ള ഫാൻ വിജയാണ്. വേറൊരു ഫാൻസും എനിക്കില്ല. എനിക്ക് വിജയ് ഭയങ്കര സോ എന്ന് പറയാൻ ഭയങ്കര ഫാനാണ്. പിന്നെ ആൾ ഫിലിംസ് എന്ന് പറയുമ്പോഴും അതേപോലെ പൊളിയാണ്, ഭയങ്കരമാണ്. ഇപ്പോഴത്തെ ഫിലിംസൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ. നിങ്ങൾ ഈ കോട്ട് കണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് പറഞ്ഞുകൊണ്ടിരുന്ന ഒരുപാട് സമയം പോവും. നമുക്ക് ആ കഥ കേൾക്കണ്ടേ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ആ കഥ കേൾക്കാം. കുറേ നേരമല്ലേ നിങ്ങളെ ബോറടിപ്പിക്കാൻ തുടങ്ങിയിട്ട്. ഐ എം സോറി ഫ്രണ്ട്സ്. ഞാൻ പറഞ്ഞ ആ ഒരു പാർട്ടെന്ന് പറയുമ്പോൾ തന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ഇപ്പുറത്തെ പേജിലെ പാർട്ടല്ല കേട്ടോ. 2nd പാർട്ട് ഈ ഒരു ഫസ്റ്റ് കാണിച്ച പേജാണ്, അതാണ് 2nd പാർട്ട്. അപ്പം നമുക്ക് അത് കഥയിലോട്ട് പോവാം. ഞാൻ പണിയെടുക്കുന്ന സമയത്ത് ആഫീസിലേക്ക് മൊയ്നയെയും പിടിച്ചുകൊണ്ട് ഞാൻ പോയി. ആഫീസിലോട്ടെന്ന് മീൻസ് ആഫീസെന്നാണ് ഇതിൽ കൊടുത്തേക്കുന്ന. ആഫീസിലേക്ക് മൊയ്നയും പിടിച്ചു പോയി. എനിക്ക് തോന്നുന്ന നേരത്തെ പറഞ്ഞില്ല, ഒരു കൊച്ച് അത് പിടിക്കല്ല, അത് ഒരു വലിയത് എന്തോ ഒരു പാമ്പാണ്. സോറി ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞില്ലേ ഒരു പാമ്പ്, അത് മൂർഖൻ പാമ്പാണ്.
അപ്പം അതുകൊണ്ടായിരിക്കും ആ കൊച്ച് പണിയെടുക്കുന്ന ഓഫീസിലേക്ക് മൊയിനെയും കൊണ്ട് പിടിച്ചുകൊണ്ട് പോയി. അവളുടെ അമ്മ കീരി അവിടെ 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 അവൾക്കൊരു അമ്മയുണ്ട്. എല്ലാവർക്കും കാണുമല്ലോ, മക്കളുണ്ടെങ്കിൽ എന്തായാലും അമ്മമാർ കാണും. ചിലവർക്ക് കാണാൻ സോറി. അമ്മ കീരിയാണ് കേട്ടോ. കീരി എന്നാണ് പേര്. ഫ്രണ്ട്സ്, ആ ഒരു കൊച്ചിൻ്റെ പേരില്ലേ, ഒരു ബോയ് എന്ന് പറയുന്ന ആ കൊച്ചിൻ്റെ പേരാണ് കുട്ടൻ. അമ്മ കീരി അവിടെ കുട്ടനെയും ആളുകളെയും, കുറേ ആളുകളുണ്ടെന്ന് തോന്നുന്നു, ആളുകളെയും വന്ന് എഴുതാനും വായിക്കാനും പഠിപ്പിക്കും. അവനിക്ക് ആ സമയത്ത് എഴുതാനും വായിക്കാനൊക്കെ ഉണ്ടോ? നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമല്ലേ എഴുതാനും വായിക്കാനൊക്കെ ഉള്ളത്? എനിക്ക് പറയാൻ വയ്യ. ഞാൻ GK ഭയങ്കര ബേക്കിലോട്ടാണ് എനിക്ക് അറിഞ്ഞുകൂടാ. എഴുതാനും വായിക്കാനും പഠിപ്പിക്കുന്നെന്നാണ് ഇതിൽ പറഞ്ഞേക്കുന്നത്. എഴുതാനും വായിക്കാനും അമ്മ പഠിപ്പിക്കുകയാണ്. വെറുതെ ഒന്നിച്ചു കൂടി ആടാനും പാടാനും പഠിപ്പിക്കും കേട്ടോ. സൂപ്പറാണ് ആടാനും പാടാനും പഠിപ്പിക്കുന്നത്. ആടാനും പാടാനും പഠിപ്പിക്കുമെന്ന് വെച്ചാൽ പാട്ടും ഡാൻസും പഠിപ്പിക്കുമെന്നാണ് കേട്ടോ. അത് നല്ലതാണ്. നമ്മളൊക്കെ സ്കൂളിലിപ്പം എന്താണ് കുറേ ക്ലബ്ബൊക്കെ ഉണ്ട്, പക്ഷെ അതിലൊന്നും വലിയ ഉപയോഗമില്ല. നമ്മളെ സ്കൂളിൽ അതൊക്കെ പോലെ തന്നെ ക്ലബ്ബൊക്കെ ഉണ്ട്. ടീച്ചർ പറയും അതുകൊണ്ടോ ഇതുകൊണ്ടോ കൊണ്ടുവന്നിട്ടോ ഒരു ഇതും നടക്കൂല, വെറുതെ പൈസ പോകണം, അല്ലാതെ ഒന്നുമില്ല. പക്ഷെ ഇവിടെ അമ്മ ഒന്ന് വായിക്കാനും അതേപോലെ തന്നെ എഴുതാനും പഠിപ്പിക്കും. പിന്നെ പാടാനും പഠിപ്പിക്കും, ആടാനും പഠിപ്പിക്കും. ആടാൻ മീൻസ് ഡാൻസ് കളിക്കാനും പഠിപ്പിക്കും. ഞാൻ മൊയിനയോട് പറഞ്ഞു. ആ കുട്ടൻ മൊയിനയോട് പറഞ്ഞു, വന്ന് കുറച്ച് വിശ്രമിക്കും. അവർ ആടിയാനും പാടിയും പഠിച്ചൊക്കെ കഴിഞ്ഞിട്ടാണല്ലോ പാട്ട് പാടാനും ഡാൻസ് കളിക്കാനും. അപ്പം കുട്ടൻ മൊയിനയോട് കുട്ടനൊന്നും പറഞ്ഞില്ല. അപ്പം കുട്ടൻ മൊയിനയോട് പറഞ്ഞു. അത് മീൻസ് ഞാൻ മൊയിനയോട് പറഞ്ഞു. കുട്ടൻ പറഞ്ഞു മൊയിനയോട് വന്ന് കുറച്ച് വിശ്രമിക്കുന്നു, കുറച്ച് റെസ്റ്റ് എടുക്കുമെന്ന് പറഞ്ഞു. എന്തിനെന്ന് മൊയിന ചോദിച്ചു. നീ ക്ഷീണിച്ചില്ലേ? ഞാൻ ചോദിച്ചു. മൊയിന വാശിയോടെ തലകുലുക്കി. ഇല്ല, ഞാൻ ക്ഷീണിച്ചിട്ടില്ല. എന്താണ്? ഞാൻ ക്ഷീണിച്ചിട്ടേ ഇല്ല. നമ്മളൊക്കെ ആണെങ്കിൽ 2-3 സ്റ്റെപ്പ് മതി, അപ്പോഴേ അയ്യോ എനിക്ക് വയ്യെന്നും പറഞ്ഞ് നടക്കുമല്ലേ. ഞാനങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര മടിയാണ്. നിങ്ങളൊക്കെ മടിയുള്ളവർ കമൻറ്റ് ചെയ്യണം കേട്ടെ. ഹലോ ഫ്രണ്ട്സ്, പിന്നെ അതേപോലെ തന്നെ ഇതിൽ ഒരു 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൻ്റെ ആൻസർ എനിക്ക് അറിഞ്ഞൂടാ. 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആടുകളെയും ആരും കൊണ്ടുവരും, മീൻസ് ആടുകളെയും ആരെങ്കിലും കൊണ്ടുവരും. വിറകും ആരും പിറക്കും. വെള്ളം ആരും കോരും. പക്ഷിക്കിണை ആരും വയ്ക്കും. ഇവൾ ചോദ്യങ്ങളുടെ നിരയുണ്ടാക്കി. തോന്നുന്നു മൊയിന കുട്ടനോട് ചോദിച്ചാണ് ഇത്. ആടുകളെയും ആരും കൊണ്ടുവരും, വിറക് ആരും പിറക്കും, വെള്ളം ആരും കൊണ്ടുവരും, പക്ഷിക്കണി ആരും വയ്ക്കും. ഇതൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും ഉത്തരം കിട്ടാത്ത കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഈ കൊച്ച് ചോദിക്കുന്നത്. അങ്ങനെ കുട്ടനും അമ്മ കീരിയും ഇതായി പോയി കാണും. അടുത്തത് പാർട്ട് 2 ആണ് ഫ്രണ്ട്സ്. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ആകെ 2-3 പേജേ ഉള്ളൂ. എനിക്കും പിന്നെ കാണത്തില്ല ഇത് വായിച്ച് തീർക്കാൻ. പക്ഷേ നിങ്ങൾക്കും കൂടി വൈകിട്ടും യൂണിറ്റ് ടെസ്റ്റൊക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ച് വീഡിയോസൊക്കെ ലാഗാണ്, സോറി. അപ്പോൾ ഇത് എത്രയോ ദിവസമായെന്ന് തോന്നുന്നു ഞാൻ സെക്കൻഡ് ഇടാമെന്ന് വെച്ചപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ അങ്ങ് തേർഡും കൂടി അങ്ങ് പറഞ്ഞു പോവുകയാണ്. അപ്പോൾ അടുത്ത തേർഡിൻ്റെ ഫോട്ടോസ് കാണിച്ചു തരാം.